ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചി രേവതിയും കൂടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, അച്ചമ്മയ്ക്ക് ഒരു മാല മേടിച്ചു കൊടുക്കണം, അതിന് 2.5 ലക്ഷം രൂപ കടം മേടിക്കണം എന്നൊക്കെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ചമ്മ എൻ്റെ സ്വന്തം അച്ചമ്മയാണ്. ഞാൻ താലി കെട്ടി, സച്ചിയേട്ടൻ താലി കെട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ധൈര്യം തന്നത് മുഴുവൻ അച്ചമ്മയാണ്. അച്ചമ്മയുടെ ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ ജീവിച്ചത്. അച്ചമ്മയ്ക്ക് എന്ത് കൊടുത്താലും മതിയല്ലോ, സച്ചിയേട്ടൻ ധൈര്യമായിട്ട് കടം മേടിച്ചോ, നമുക്ക് രണ്ടാളും ജോലി ചെയ്യണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടച്ചു വീട്ടാന്ന് പറയാണ് രേവതി. അങ്ങനെ രേവതി ധൈര്യം കൊടുത്ത സച്ചി പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഒരു ഫിനാൻസറുടെ അടുത്ത് പോകുമ്പോൾ അയാൾ പറയും, സച്ചി പൈസ ഒന്നും പിരിഞ്ഞ് കിട്ടിയിട്ടില്ലടാ, നീ പറഞ്ഞ 2.5 ലക്ഷം ഒന്നും ഇല്ല എന്ന് പറയാണ്. പിന്നെ വേറൊരാളടുത്ത് ആൾ പറയും, സച്ചി ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ളാണ്, ഒന്നും കിട്ടാനില്ല പറയാം. മൂന്നാമതൊരാളടുത്ത് പോകുമ്പോൾ പറയും, ഞാൻ പലിശ പരിപാടിയെ നിർത്തി സച്ചി എന്ന് പറയും. പിന്നെ വേറെ നാലാമതൊരാളുടെ അടുത്ത് പോകുമ്പോൾ ആൾ പറയും, 2 ദിവസം മുമ്പാണെങ്കിൽ നോക്കായിരുന്നു സച്ചി, ഇപ്പോൾ ഒരു നിവർത്തിയില്ല, എന്താ ചെയ്യുക, നീ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക എന്ന് പറയും. പിന്നെ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ ആൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് പറയാം, അയ്യോ സച്ചി കിട്ടാൻ ഒരു വഴിയില്ല എന്നാണ് പറയും. അങ്ങനെ സച്ചി 4-5 ആൾക്കാരുടെ അടുത്ത് പൈസയ്ക്ക് വേണ്ടി പോയി കെഞ്ചും, പക്ഷേ പൈസ സച്ചിക്ക് കിട്ടുന്നില്ല. അങ്ങനെ സച്ചി ആകെ വിഷമിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ സുധി രവീന്ദ്രൻ ചെടികൾ നനയ്ക്കാണ്. സുധി ഓടി വന്നിട്ട്, അച്ഛ അമ്മ എവിടെ ചോദിക്കുമ്പോൾ അമ്മ ബാമാൻ്റിയുടെ വീട്ടിൽ പോയി പറയാം, ഇപ്പോഴല്ലേ അവിടെ നിന്ന് വന്നേ, ബാമാൻ്റിനെ കണ്ട് മതിയായില്ല അമ്മയ്ക്ക്, ഇത്രയും ദിവസം അവർ ഒരുമിച്ചല്ലാണ്ടെന്ന്, അപ്പോഴേക്കും എന്തിനാ അമ്മ അങ്ങോട്ട് പോയേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെനിക്കറിയില്ല, അതിനിപ്പോൾ നീ ഇവിടെ നിന്നിട്ട് ആലോചിക്കുകയാണെങ്കിൽ അതും കൂടി പിടിച്ച് ആലോചിക്കുക പറഞ്ഞിട്ട് പൈപ്പ് സുധിയുടെ അടുത്ത് കൊടുത്തിട്ട് പോകുമ്പോൾ, നിൽക്ക് സുധി അത് അവിടെ ഇട്ടിട്ട് പറയാം, നിൽക്ക് അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം, ഇത്രയും ദിവസം രേവതി സച്ചി ഞങ്ങളുടെ റൂം ഉപയോഗിച്ചില്ലേ, ഇപ്പോൾ രേവതിയുടെ കാലൊക്കെ സുഖമായില്ല, ഇനി അവൾ ഹോളിലോ ടെറസിലൊക്കെ ആയിട്ട് കിടന്നോളില്ലേ അച്ഛാ, എത്ര ദിവസമായി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്, ഞങ്ങൾക്ക് ഇനി ആ റൂം വേണം അച്ഛാ, ഞങ്ങൾ ഹാളിലൊക്കെ ആയിട്ട് എത്ര ദിവസമായി കിടക്കണു, ഞങ്ങൾക്ക് ഇനിയെങ്കിലും ആ റൂം താച്ച, ഇപ്പം അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവരുടെ സാധനങ്ങളൊക്കെ ഒന്നെടുത്ത് മാറ്റാൻ പറ അച്ഛാ, എത്ര ദിവസമായി ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് എന്നൊക്കെ പറയാണ് സുധി. അപ്പോൾ രവീന്ദ്രൻ പറയണ, റൂമിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല, അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ, സച്ചിയോട് സംസാരിച്ച് തീരുമാനിക്കും പറയാം. ഞാൻ സംസാരിച്ചത് വഴക്കാവും പറയണം. അപ്പം എന്നാൽ നീ സംസാരിക്കേണ്ട പറയണം, എന്താ അച്ഛ തന്നെ ഒരു വഴി കാണിച്ചതാ, ഞങ്ങൾ റൂമിൽ കിടക്കട്ടെ ഇന്ന് മുതൽ, എത്ര ദിവസമായി ഞങ്ങൾ ശരിക്കൊന്നും ഉറങ്ങിയിട്ട് എന്നൊക്കെ പറയാണ് സുധി. അങ്ങനെ രവീന്ദ്രൻ അവിടെ നിന്ന് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സുധി ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പറയണം, എൻ്റെ ദൈവമേ, ഒരു ബിസിനസ്മാന് കിടക്കാൻ ഈ വീട്ടിൽ മുറിയില്ലേ, ഈ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സച്ചി മുത്തച്ഛനായി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനാവും എന്നിങ്ങനെ പറയുകയാണ്. തനിയെ ഇരുന്ന് പിറുപിറുക്കാണ് സുധി. അത് കഴിഞ്ഞു സച്ചി ചന്ദ്രോദയത്തിലേക്ക് തിരിച്ചു വന്നു. ഹോളിൽ വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രേവതി വന്നിട്ട്, ആ സച്ചിയേട്ടൻ വന്നോ, കുറേ നേരമായി വന്നിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ വയ്ക്കുമ്പോൾ വേണ്ട രേവതി പറയണം. അപ്പോൾ സച്ചിയേട്ടൻ മറന്നോ, അങ്ങനെ ഇരുന്നാൽ മതി, നമുക്ക് അച്ചമ്മയ്ക്ക് മാല മേടിക്കാൻ പോകണ്ടേ, എൻ്റെ പരിചയത്തിലൊരു ജ്വല്ലറി ഉണ്ട്, നമുക്ക് അവിടെ പോവാട്ടോ, അവിടെ നിന്നാകുമ്പോൾ അദ്ദേഹം നല്ലോണം വില കുറച്ച് തരും എനിക്ക്, സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുക കേട്ടോ, ഞാൻ പോയി റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി റെഡി ആവാൻ വേണ്ടി പോണ സമയത്ത് സച്ചി പറയണ, രേവതി പോകേണ്ട രേവതി, നമുക്കിപ്പോൾ പറയാം, ഇപ്പോൾ എന്താ സച്ചിയേട്ട പൈസ കിട്ടിയില്ല ആകുമ്പോൾ, പൈസ കിട്ടിയില്ല, ഞാൻ കുറേ പേരുടെ അടുത്ത് പോയി, ആരും തന്നില്ല, ഈടില്ലാണ്ട് ഒന്നും പൈസ തരില്ല എന്നാണ് പറയണത്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് ആരുമില്ല രേവതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി സച്ചി പറയുകയാണ്. പൈസ കിട്ടാത്തതിൻ്റെ സങ്കടം മുഴുവൻ സച്ചിയുടെ മുഖത്ത്, സച്ചിയുടെ വാക്കുകളിലുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ വിഷമം കണ്ടിട്ട് രേവതി പറയാണ്, പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം സച്ചിയേട്ടാ, നമുക്ക് എന്ത് സ്വർണം കൊടുത്തിട്ടുണ്ടല്ലോ അമ്മയുടെ കയ്യിൽ, അത് നമുക്ക് മേടിക്കാമെന്ന് പറയണം. അപ്പോൾ സച്ചി പറയും, വേണ്ട രേവതി, അത് നീ ശബ്ദം ചെയ്തതല്ലേ, ഇനി ഉപയോഗിക്കില്ല എന്ന്, നമ്മൾ ആ സ്വർണം മേടിക്കേണ്ടത്, അതിപ്പോൾ എനിക്ക് ഉപയോഗിക്കാനല്ലല്ലോ സച്ചിയേട്ടാ, നമുക്ക് ആ സ്വർണം മേടിച്ച് പണയം വെച്ചിട്ട് നമുക്ക് അച്ചമ്മയ്ക്ക് മാല എടുത്ത് കൊടുക്കാം, പിന്നെ നമുക്ക് പൈസ വരുമ്പോൾ ആ സ്വർണം തിരിച്ചെടുത്ത് കൊടുക്കാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയും, അതെങ്ങനെ രേവതി ശരിയാവുക, കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മ 100 കുത്തുവാക്കുകൾ പറയില്ലേ, നീ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഏൽപ്പിച്ച സ്വർണ്ണമല്ലേ, അതിന് ഞാനത് ഉപയോഗിക്കില്ലല്ലോ, എൻ്റെ ശബ്ദത്തിലൊന്നും ഒരു മാറ്റമില്ല, ഞാൻ സച്ചിയേട്ടൻ വാങ്ങിത്തന്ന സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞ സത്യ. പക്ഷേ ഇതിപ്പോൾ അച്ഛമ്മയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കത് മേടിക്കണോണ്ട് യാതൊരുവിധ കുഴപ്പമില്ലല്ലോ സച്ചിയേട്ടാ, അതിലെന്താ ഒരു തെറ്റ് പറയാനുള്ളത്, കാരണം ഇപ്പം ഞാൻ പറയുന്നു, ഞാൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് കാണണമെന്ന് അച്ഛമ്മ ആഗ്രഹിക്കുന്നു, അച്ഛമ്മയ്ക്കൊരു മാല മേടിച്ചു കൊടുക്കണമെന്ന് സച്ചിയേട്ടൻ ആഗ്രഹിക്കുന്നു, സച്ചിയേട്ടൻ്റെ ആഗ്രഹം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താണ്ടാവുക, സച്ചിയേട്ടൻ്റെ ആഗ്രഹം നടക്കണം എന്നല്ലേ, അപ്പോൾ അത് നടത്താൻ വേണ്ടി നമ്മൾ ആ സ്വർണം പണയം വെക്കുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും, രേവതി നീ നന്നായി സംസാരിക്കുന്നുണ്ട് എന്ന് പറയും. ഞാൻ എങ്ങനെയാണ് സ്വർണ്ണം അമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് എന്നെ കളിയാക്കില്ലേ, നീ അത് വേണ്ട പറഞ്ഞാൽ പിന്നെ എന്തിനാ തിരിച്ചു ചോദിക്കാൻ വന്ന് ചോദിച്ചിട്ട് അമ്മ എന്നെ കളിയാക്കി പരിഹസിക്കും രേവതി, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാമെന്ന് പറയണേ രേവതി.
അപ്പോൾ സച്ചി പറയാം അച്ഛനാകുമ്പോൾ അത് ചോദിച്ച് ഡീൽ ചെയ്ത് നമുക്കത് മേടിച്ചു തന്നോളാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം രേവതി എന്ന് പറഞ്ഞിട്ട് എന്നാൽ വാ നമുക്ക് അച്ഛനോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടിയിട്ട് രവീന്ദ്രനോട് ചോദിക്കാൻ വേണ്ടി രവീന്ദ്രൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ പോകുമ്പോൾ ഹാളിൽ രവീന്ദ്രൻ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ സച്ചി അത് കാണുമ്പോൾ സച്ചി തിരിച്ചു വരും. അപ്പോൾ രേവതി ചോദിക്കും സച്ചിയേട്ടൻ പറയുമ്പോൾ അച്ഛൻ ഉറങ്ങാന്ന് പറയും. പിന്നെ ചോദിക്കാൻ പറയും. അപ്പോൾ ഉറങ്ങല്ല, അച്ഛൻ ചെറിയ മയക്കത്തിൽ സച്ചിയേട്ടൻ വിളിക്കുകയെന്ന് പറയും. അപ്പോൾ വേണ്ട രേവതി പറയും ചെല്ല് സച്ചിയേട്ടാ വിളിക്കും പറഞ്ഞിട്ട് രേവതി സച്ചിനെ ഉന്തിയിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് എത്തിക്കും. അപ്പോൾ മെല്ലെ വിളിക്കുക, അച്ഛാ വിളിക്കൂ സച്ചി. അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ കണ്ടു നോക്കുമ്പോൾ നീ വന്നോടാ, നീ എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ വന്നോളൂ അച്ഛൻ ഭക്ഷണം കഴിച്ചു നോക്കിയപ്പോൾ ഇല്ല, നീ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, ഇനി നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ എഴുന്നേറ്റ് കസേരയിൽ ഇരിക്കുകയാണ്. കസേരയിൽ ഇരിക്കുമ്പോൾ സച്ചി എന്താടാ എന്തെങ്കിലും പറയാണ്ടോ ചോദിക്കുമ്പോൾ രേവതിക്ക് എന്തോ പറയണ്ട അച്ഛനോട് എന്ന് പറയും. അപ്പോൾ രേവതി സച്ചിനെ അങ്ങനെ കണ്ണോണ്ട് കാണിക്കുകയാണ് ചോദിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ രേവതിക്ക് അച്ഛൻ എന്തോ പറയാണ്ട് ഇത്രയും പറയും. അപ്പോൾ എന്താ രേവതി പറയാനുള്ളത് ചോദിക്കുമ്പോൾ രേവതി മേലെ വന്നിട്ട് അത് പിന്നെ അച്ഛൻ ഇപ്പോൾ ഊണ് കഴിക്കേണ്ടത് അതോ കുറച്ച് കഴിഞ്ഞിട്ടാണോ കഴിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയും. ഞാനല്ലേ മോളെ പറഞ്ഞ് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് കഴിക്കാമെന്ന്, പിന്നെ ഇപ്പം നീ കേട്ടില്ലേ ചോദിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കണം. അപ്പോൾ രവീന്ദ്രൻ പറയാണ് രണ്ടുപേർക്ക് എന്നോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ട്, അത് പറയണില്ല, എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയാം എന്നാലല്ലേ എനിക്ക് അറിയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാം അത് പിന്നെ ഒരു കാര്യം പറയാണ്ടായിരുന്നു, അത് പറയാനുള്ളത് എനിക്കല്ല സച്ചിയേട്ടൻ പറയുമെന്ന് പറഞ്ഞിട്ട് സച്ചിയോട് പറയണം. സച്ചിയേട്ടൻ അത് പറയുമെന്ന് പറയാണ്. അങ്ങനെ സച്ചിയെ കാര്യം രവീന്ദ്രനോട് പറയണം, അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്, രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ അമ്മേനെ ഏൽപ്പിച്ചിട്ടില്ലേ, അതൊന്നും ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങിത്തരുമോ, ഞങ്ങൾക്കൊരാവശ്യമുണ്ട് പറയണം. അപ്പോൾ അതെന്താടാ ഇതിപ്പോൾ ചോദിക്കാനാണ് നിങ്ങൾ എത്ര അതെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾക്കൊന്ന് അത്യാവശ്യം വെച്ചാൽ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ അതിൽ 100 കാര്യങ്ങൾ കാര്യകാരണ സഹിതം ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അമ്മയുടെ അടുത്ത് നിന്ന് അച്ഛൻ ആ സ്വർണ്ണാഭരണങ്ങളൊന്ന് തിരിച്ചു മേടിച്ചു തരുമോ, ഞങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു വെച്ചാൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കാനുള്ള മടി കൊണ്ടാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയാം അതിനിപ്പോൾ എന്താ അത് ചോദിക്കാനുണ്ടോ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ തന്നെയല്ലേ, അത് രേവതി മോളുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കേണ്ടത്, ചന്ദ്രൻ എന്തായാലും ബാമയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് ഞാൻ ആ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാം, ടെൻഷനൊന്നും ആവണ്ടെന്ന് പറയണം. ശരി അച്ഛാ പറയുമ്പോൾ രവീന്ദ്രൻ പറയണേ ഇതാണോ ഇത്ര വലിയ കാര്യം ചോദിക്കണം, പക്ഷേ ഇത് മുഴുവൻ മറഞ്ഞു നിന്ന് കേൾക്കുന്ന ഒരാൾ ആ കൂട്ടത്തിലുണ്ട്, ആരാന്നറിയോ, ശ്രുതി പെട്ടെന്ന് പാസ് ചെയ്യുമ്പോൾ ഒരു സ്വർണ്ണാഭരണങ്ങളുടെ കാര്യം പറയുമ്പോൾ ശ്രുതി ജനലിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ച് മേടിച്ച് തരുമോ എന്ന് ചോദിക്കണം. ഭാഗം ശ്രുതി കേൾക്കുമ്പോൾ ശ്രുതി വിചാരിക്കണം ദൈവമേ പെട്ടു, ഇവരിപ്പോൾ എന്തിനാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു വെക്കണം, ഞാൻ അത് എങ്ങനെ എടുത്തു കൊടുക്കും, അമ്മ ഇനിയിപ്പോൾ അത് എന്നോട് എടുത്തു കൊടുക്കാൻ പറയില്ല, ഞാൻ എന്ത് ചെയ്യും, ദൈവമേ പെട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിക്കുള്ളൊരു ട്രാപ്പാണ് അവിടെ വന്നേക്കണത്. അത് കഴിഞ്ഞ് ചന്ദ്ര ബാമയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ബാമ ചിരിക്കുമ്പോൾ എന്തിനാ നീ ചിരിക്കുമ്പോൾ നിൻ്റെ മോനെ 7 ഡിഗ്രി എടുത്തത് പഠിച്ചിട്ടല്ല കോപ്പി അടിച്ചിട്ടാന്ന് എനിക്ക് തോന്നണം, നിങ്ങളെ എന്ത് പൊട്ടനാടി നിൻ്റെ മോൻ എന്ന് ചോദിച്ചിട്ട് കളിയാക്കുകയാണ് ബാമ ചന്ദ്രനെ. നീ കളിയാക്കണ്ട ബാമ ചന്ദ്രനെ. അപ്പോൾ ബാമേ നീ കളിയാക്കണ്ടെന്ന് പറയാണ് ചന്ദ്ര. അല്ലാതെ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മയും മോനും കൂടി വല്ല ക്രിമിനൽ സംഘത്തിലും ചേരുക, നിങ്ങൾക്ക് അതാ പറ്റുള്ളൂ, നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് ക്രിമിനൽ സംഘത്തിലത്തെ കൂട്ടുകെട്ടാണ് നിങ്ങൾക്ക് ചേരുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ ചന്ദ്രനെ കളിയാക്കുകയാണ്. അങ്ങനെ ഭാമ ചന്ദ്രനെയും ശ്രുതിനെയും കുറ്റപ്പെടുത്താണ്. ഭാമ പറയണത് നിങ്ങൾ എന്തൊരു ഫ്രോഡ് തര കാണിച്ചേക്കണത്, ഇനി എങ്ങാനും രേവതി ആ സ്വർണം തിരിച്ചു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും ചന്ദ്ര എന്ന് ചോദിക്കണം. അപ്പോൾ ചന്ദ്ര പറയണ രേവതി സ്വർണം ചോദിക്കില്ലല്ലോ, അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ ആ സ്വർണം തിരിച്ചേൽപ്പിച്ചത്, ഇനി അവളെ ചോദിക്കാമെന്ന് മോളിൽ എന്തായാലും 6-7 മാസത്തിൻ്റെ ഉള്ളിൽ ശ്രുതിക്ക് പൈസയാകുമ്പോൾ സ്വർണം തിരിച്ചെടുത്തിട്ട് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാൻ പാമേ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ എന്ന് പറയാണ്. അത് പറയണ സമയത്ത് പെട്ടെന്ന് ശ്രുതി ഓടി വരികയാണ്, അമ്മയെ വിളിച്ചിട്ട് ശ്രുതി ഓടി വരികയാണ്. അപ്പോൾ എന്താടാന്ന് ചോദിക്കും ശ്രുതിയോട്. അപ്പോഴാണ് ശ്രുതി ആ ബോംബ് പൊട്ടിക്കാൻ പോണത്. ശ്രുതി ഓടി വന്നത് കണ്ടിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അപ്പോൾ എന്താടാ സച്ചി അച്ഛനോട് ചോദിച്ചമ്മേ, അപ്പോൾ എന്താടാ അച്ഛനെന്താ പറ്റി, അച്ഛന് വയ്യാണ്ടയോ, എന്താ ശ്രുതി നീ കാര്യം പറയാണ്. അപ്പോൾ ശ്രുതി പറയണ് സച്ചി രേവതിയും കൂടി അച്ഛനെ കണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടമ്മേ, അവർക്ക് ആ സ്വർണം തിരിച്ചു വേണമെന്ന് അവർ അച്ഛനോട് പറഞ്ഞമ്മേ, അവർക്ക് എന്തോ ഒരു ആവശ്യത്തിന് സ്വർണം തിരിച്ചു വേണമെന്നോ, അവർ പറഞ്ഞത് അവർക്ക് ആ സ്വർണം വേണ്ടെന്നാണല്ലോ, പിന്നെന്തപ്പോൾ അവർ സ്വർണം തിരിച്ചു വേണമെന്ന് പറയാൻ
കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല അമ്മേ, അവർ അച്ഛനോട് പറഞ്ഞു അവർക്ക് ആ സ്വർണം വേണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ചന്ദ്ര വരട്ടെ, ഞാൻ വന്നിട്ട് ഞാൻ തിരിച്ച് മേടിച്ച് തരാം. അവർ വേറെ എന്തോ ഒരു ആവശ്യത്തിനാണ് അമ്മേ അവർക്ക് ആ സ്വർണം വേണമെന്ന് പറഞ്ഞമ്മ, ഇനി നമ്മൾ എന്താ അമ്മേ ചെയ്യാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പെട്ടുട്ടാ. ചന്ദ്ര ആകെ ഭാമ ചോദിച്ചുള്ളൂ, രേവതി അത് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ ചന്ദ്ര പറയാണ്, ദൈവമേ ഞാൻ ആ സ്വർണം ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ എടുത്തു കൊടുക്കും ഈശ്വര, ഞാനത് പണയം വെച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി വീട്ടിൽ കയറേണ്ടി വരില്ലല്ലോ, നിനക്ക് പണയം വെച്ചാൽ തന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഒരു വീട്ടിൽ കയറ്റില്ലല്ലോ ഈശ്വര, ഞാൻ എന്ത് ചെയ്യും സുധി, ആ സ്വർണ്ണം നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം സുധി, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് ആ സ്വർണം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയണം. അപ്പോൾ സുധി പറയണം, ആ സ്വർണ്ണം ഇനി തിരിച്ചെടുക്കാൻ പറ്റും തോന്നണില്ല അമ്മയൊക്കെ. എന്താടാ കാരണം ചെക്കൻ പറയണം, ഞാനത് പണയം വെക്കുകയല്ല വിൽക്കുക ചെയ്ത് പറയണം. അപ്പോഴാണ് ചന്ദ്ര സുധി സ്വർണം വിറ്റ സത്യം അറിയുന്നത്. നീ വിറ്റോ? ഞാൻ വിൽക്കുകയാണമ്മേ ചെയ്തത്. എടാ ദുഷ്ട, ഞാൻ നിന്നോടത് പണയം വെക്കാൻ വേണ്ടിയിട്ടല്ലേ നിനക്ക് തന്നെ, എന്നിട്ട് നീ എന്തിനാടാ അത് വിറ്റ്, നീ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. പണ്ട് ചന്ദ്ര ഭാമയുടെ മുമ്പിൽ വെച്ചിട്ട് സുധീനെ പൊതിരെ തല്ലാണ്. സുധീനെ തല്ലി അപ്പം ഭാമ അത് കാണുമ്പോൾ നിർത്ത് ചന്ദ്രയെ പറയാണ് ഭാമ വന്നിട്ട് തടയുമ്പോൾ പറയും, കണ്ടില്ലേ ഇവൻ ചെയ്തത്, ഇവനോട് പണയം വെക്കാൻ പറഞ്ഞ് സ്വർണ്ണം ഇവൻ കൊണ്ടുപോയി വിറ്റു. അപ്പോൾ അവൻ പറയും, സുധി പറയും, ഞാനത് പറയണമെന്ന് വിചാരിച്ചത് അമ്മേ, പക്ഷെ എനിക്കത് പിന്നെ പറയാൻ പറ്റിയില്ല അമ്മയോട്, പിന്നെ ഞാനത് മറന്നുപോയി എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും ദൈവമേ, ഇനിയിപ്പോൾ ആ സ്വർണ്ണം അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ സുധി പറയാണ്, അമ്മേ ആ കടക്കാരൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ആ സ്വർണ്ണം ചിലപ്പോൾ വിറ്റ് പോയിട്ടുണ്ടാവില്ല, ആ കടക്കാരൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വിളിച്ച് ചോദിക്കാമേ, ചിലപ്പോൾ നമുക്കത് കിട്ടും, ഞാൻ ചോദിച്ചോക്കട്ടെ, വേഗം ചോദിക്കുക, നമുക്ക് പൈസ എവിടുന്നെങ്കിലും കടം മേടിക്കുക, അല്ലെങ്കിൽ എൻ്റെ ആഭരണങ്ങൾ പണയം വെക്കുക, എന്തായാലും ആ സ്വർണ്ണം തിരിച്ചെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് സുധിയോട് വിളിച്ച് ചോദിക്കാൻ പറയണം. അങ്ങനെ സുധി കടക്കാരനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചു നോക്കട്ടെ വേണ്ടി പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് ചന്ദ്ര കിടന്നിങ്ങനെ ഉരുക്കണ ഭാഗത്താണ് കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സ്വർണം കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും അറിയുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയതിന് എനിക്ക് ഒരുപാട് നന്ദി, സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ.